നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സർ, എഫ്ഐആർ കംപ്ലീറ്റ് ആയോ? ആയി സർ. ദേ നോക്കിയേ. ബാക്കി ഫോർമാലിറ്റീസ് കൂടി തീർത്ത് എത്രയും പെട്ടെന്ന് ഇയാളെ കോടതി ഹാജരാക്കണം. അന്വേഷണമൊക്കെ റിമാൻഡ് ചെയ്ത് കസ്റ്റഡിയിൽ വാങ്ങിട്ട് മതി. ആദ്യം സർക്കിൾ ഓഫീസിലേക്ക് കൊണ്ടുപോവാ, എന്നിട്ട് തീരുമാനിക്കാം ബാക്കി. അയാളെ വിളിച്ചോണ്ടോ സർ. വാടോ ഇവിടെ. സാർ എന്നെ സർക്കിൾ ഓഫീസിലേക്കോ കോടതിയിലേക്കോ എവിടേക്ക് വേണമെങ്കിലും കൊണ്ടുപോയിക്കോ. പക്ഷെ അതിനു മുമ്പേ ആ ഗർഭിണിയായ പെണ്ണ് അത് ആരാണെന്നൊന്ന് അന്വേഷിക്കണം. ഞാൻ എന്ത് അന്വേഷിക്കണമെന്ന് നീയാണ് എന്നെ പഠിപ്പിക്കുന്നത്? ഞാൻ അന്തസ്സുള്ളൊരു ഫാമിലിയിൽ ജനിച്ചതാ. ഞാൻ അറിഞ്ഞ കാര്യം പോലും അല്ല ഇത്. ഇതിന്റെ പിന്നിൽ ഒരു ഗൂഢാലോചനയുണ്ട്. എല്ലാ ഗൂഢാലോചനയും ഞാൻ തെളിയിക്കും. കുറഞ്ഞത് 10 വർഷം നീ അഴി എണ്ണുകയും ചെയ്യും. പിടിച്ചോണ്ട് വാടോ ഇയാളെ. എനിക്കെന്റെ ഫോൺ തിരിച്ചതാ. ഞാൻ എന്റെ അഡ്വക്കേറ്റിനെ വിളിക്കട്ടെ? അല്ലെങ്കിൽ എന്റെ ഫ്രണ്ട്സ് പോലീസ് ഓഫീസേഴ്സ് ഉണ്ട്, ആരെങ്കിലും എനിക്കൊന്ന് കോണ്ടാക്ട് ചെയ്യണം. തലപ്പത്ത് നിനക്ക് നല്ല പിടിപാടുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെയാ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യിക്കാമെന്ന് കരുതിയത്. അധിക നേരം നിന്നെ ഇവിടെ വെക്കാൻ കൊള്ളില്ല. വിലങ്ങ് വെക്കയാളെ. ഇല്ല, വിലങ്ങ് വെക്കാൻ ഞാൻ സമ്മതിക്കില്ല. വിലങ്ങ് വെച്ചോണ്ട് തന്നെ ആയിരിക്കും നിന്നെ ഞാൻ മീഡിയാസിന് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത്. ആ കൈ കൊടുത്തിട്ട് നിർത്ത്. സർ, കേറി വാങ്ങോട്ട്. ഞാനൊരു പ്രഗ്നന്റ് ലേഡിയുടെ കാര്യം പറഞ്ഞില്ലായിരുന്നോ? അതാ ഇവരാണ്. എന്തോന്നാണോ ഇത്? എന്തിനാ ഗൗതമനെ താൻ കസ്റ്റഡി വെച്ചിരിക്കുന്നേ? അത് പിന്നെ ഇയാളുടെ കാറിൽ നിന്ന് മയക്കുമരുന്ന് കിട്ടിയിരുന്നു സാർ. അതുകൊണ്ട് ഗൗതമന്റെ കാറിൽ നിന്ന് നർക്കോട്ടിക് പിടികൂടി. ഓക്കെ, അതിന്റെ പേരിൽ താൻ എന്ത് അന്വേഷണമാണ് നടത്തിയത്? എന്തെങ്കിലും ഒരു കാര്യം കിട്ടിയാലുടൻ അറസ്റ്റ്, റിമാൻഡ്. താനൊന്നും ജീവിതത്തിൽ ഒരു കാലത്തും മാറില്ലടോ. സാർ, അത് ഷട്ടപ്പ്. ഈ നിൽക്കുന്ന ഗൗതം ഗോപിനാഥ് ആരാണെന്ന് എനിക്കറിയോ? 2 തവണ ബെസ്റ്റ് ബിസിനസ്മാൻ അവാർഡ് വാങ്ങിയ ആളാ. എ റെപ്യൂട്ടഡ് പേഴ്സൺ. ഇയാൾ ഇങ്ങനെ ചെയ്യുമെന്ന് തനിക്ക് തോന്നുന്നുണ്ടോ? ഞാൻ എത്രയോ തവണ പറഞ്ഞാണ് സാർ, കേട്ടില്ല. അഡ്വക്കേറ്റിനൊന്നും ഫോൺ ചെയ്യാൻ പോലും എന്നെ അനുവദിച്ചില്ല. അതെ സർ, ഗൗതമിന്റെ കാറിൽ ആ മയക്കുമരുന്ന് വെച്ചത് ദാ ഇവളാ. അല്ല, ഇവളാണ് മയക്കുമരുന്ന് വെച്ചതെന്ന് നിനക്കെങ്ങനെ മനസ്സിലായത്? എന്റെ കാറിന് കൈ കാണിക്കുമ്പോ ഇവള് ഗർഭിണിയായിരുന്നല്ലോ. ഇപ്പൊ എന്താ ഇങ്ങനെ? അതൊക്കെ വേഷം കെട്ടലല്ലായിരുന്നോ ഗൗതം? ഇവൾ അതൊക്കെ ചെയ്തത് ആ CKCക്ക് വേണ്ടിയാ. ഗൗതമിനെ കൊടുക്കാൻ വേണ്ടി CKC ആരെയൊക്കെയോ വിളിച്ച് ഏർപ്പാടാക്കുന്നത് നിർമ്മൽ ആന്റി കേട്ടു. ആന്റി അത് എന്നോട് വന്ന് പറയുകയും ചെയ്തു. അപ്പൊ ഞാനത് വലിയ കാര്യമായിട്ട് എടുത്തില്ലെങ്കിലും ഗൗതമിനെ യാത്രയാക്കി കഴിഞ്ഞ് ഞാൻ തിരികെ റൂമിലേക്ക് പോകുമ്പോ ഒരു സംഭവം ഉണ്ടായി. ഗൗതം ഓഫീസിൽ പോകാനായി വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അതുവഴിയാണ് ഗൗതം വരുന്നത്. കുറച്ച് ലേറ്റ് ആയാലും നീ അവിടെ തന്നെ നിൽക്കണം. പിന്നെ ഗൗതമിന്റെ കാർ നമ്പറൊക്കെ ഞാൻ പറഞ്ഞു തന്നത് ഓർമ്മയുണ്ടല്ലോ? പ്രത്യേകം സൂക്ഷിക്കണമെന്ന് ഞാൻ എടുത്തു പറയണ്ടല്ലോ. ഒരു വിധത്തിലും ഗൗതമിന് സംശയം തോന്നരുത്. ഗൗതം ഇനി ഈ വീട്ടിലേക്ക് തിരിച്ചു വരരുത്. അത് നിന്റെ കയ്യിലായിരിക്കുന്നത്. ഓൾ ദി ബെസ്റ്റ്. നിർമ്മലാന്റെ പറയുന്നത് സത്യമാവാൻ പോവാണല്ലോ. ഇയാൾ എന്തോ ചതി ഒരുക്കിയിട്ടുണ്ട്. ഇപ്പൊ തന്നെ ഇത് ഗൗതമിനെ വിളിച്ച് പറയണം. മോളെ, മോളിത് എവിടെ പോകുന്നു? അതൊക്കെ ഞാൻ വന്നിട്ട് പറയാം. ഒരു അത്യാവശ്യ കാര്യമുണ്ട്.
ഞാൻ ഗൗതമിനെ കുറെ വിളിച്ചു നോക്കി, കിട്ടിയില്ല. പിന്നെ ഒന്നും നോക്കിയില്ല, അപ്പൊ തന്നെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഒരു ടാക്സി പിടിച്ച് എങ്ങനെയും ഗൗതമിന്റെ അരികിലേക്ക് എത്താൻ വേണ്ടി ഓഫീസിലേക്കുള്ള വഴിയിലൂടെ ഒരു മരണപ്പാച്ചിലായിരുന്നു. റൈറ്റിലോട്ട് തിരിയണേ. ചേട്ടാ, കുറച്ചുകൂടെ ഒന്ന് സ്പീഡിൽ പോവും. മാക്സിമം സ്പീഡിലാണ് മാഡം പോകുന്നത്. ദാ അതാ ഞാൻ പറഞ്ഞ കാറ്, അത് ഫോളോ ചെയ്യണേ. ഓക്കെ മാം. ആരായിരിക്കും അത്? ചേട്ടാ, ദേ ആ കാറിനെ ഫോളോ ചെയ്. വണ്ടി എടുക്ക പെട്ടെന്ന്. ഓക്കെ മാഡം. ചേട്ടാ, ദേ ആ കാറ്, അത് നിർത്തുവാ. അതിന്റെ പിന്നിലായിട്ട് തന്നെ നിർത്തിക്കോ. ആ ഇതെന്താ, ഗൗതമിന്റെ കാറിൽ കയറുമ്പോ ഇവൾക്ക് നിറവയറായിരുന്നല്ലോ, ഇപ്പൊ ആ വയർ എവിടെ പോയി? അപ്പൊ ഗൗതമിനെതിരെ ചതി ഒരുക്കുന്നവരിൽ ഒരാൾ ഇവളാണ്. സക്സസ് ആയി സർ. ഐറ്റം ഗൗതമിന്റെ കാറിൽ വെച്ചിട്ടുണ്ട്. സൂപ്പർ. എന്നിട്ടിപ്പോ ഗൗതമോടെ? ഗൗതം കാറും എടുത്ത് പോയി കഴിഞ്ഞു സർ. സാർ ആഗ്രഹിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ നടക്കും. ഗൗതം ചെന്ന് ചാടാൻ പോകുന്നത് പോലീസുകാരുടെ വായിലേക്കായിരിക്കും. ആരാ? എന്തിനാ വീഡിയോ എടുക്കുന്നേ? പറയും. CKCയുടെ പ്ലാൻ എന്താ? മര്യാദയ്ക്ക് പറഞ്ഞോണം. അതെ, എല്ലാം മനസ്സിലായി കഴിഞ്ഞു. ഇനി മടിച്ചു നിന്നിട്ട് ഒരു കാര്യമില്ല. മര്യാദയ്ക്ക് പറ. ഞാൻ അപ്പൊ തന്നെ ഈ നിൽക്കുന്ന ASP സാറിനെ വിളിച്ചു പറഞ്ഞു. വിവരം പറഞ്ഞുടനെ സാർ എത്തുകയും ചെയ്തു. ഇവൾ പറഞ്ഞതിന്റെ ഫുൾ വീഡിയോ എന്റെ ഫോണിലുണ്ട്. ദാ ഒന്ന് കണ്ടു നോക്ക്.